ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാധവത്തിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയതായി എല്ലാവർക്കും അറിയാം. ധാരാളം ആളുകൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുമുണ്ട്. സാധാരണ പല യൂട്യൂബ് ചാനലുകാരും ഇതുപോലെ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ആരാണോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ മെസ്സേജ് അയക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതലും അങ്ങനെയാണ്. അവരുടെ ഒരു യൂട്യൂബ് ചാനൽ കാണും. ആ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി, അവരുടെ ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ മാധവത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. മാധവത്തിൻ്റെ കൂടെ ആദ്യം മുതലുണ്ടായിരുന്ന ആളുകൾക്കറിയാം, നിങ്ങൾ ചോദിക്കുന്ന ഏതാണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും, എൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ തന്നെ ഞാൻ മറുപടി നൽകാറുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ മറുപടി നൽകാറുണ്ട്. എനിക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത കാര്യം അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയാറുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. തീരെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഞാൻ വിട്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം സംസാരിക്കുവാനും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു കൂട്ടായ്മയുടെ ആ ഒരു സൗന്ദര്യം നശിപ്പിക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് അതിൻ്റെ ആ ഒരു ശുദ്ധി നിങ്ങൾ കളയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പബ്ലിക് ഗ്രൂപ്പാണ് അല്ലേ. ഇതിനകത്ത് ധാരാളം ആളുകളുണ്ട് അല്ലേ. പല സ്ഥലങ്ങളിലുള്ള ആളുകൾ, കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിലുള്ള ആളുകൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഇങ്ങനെ ധാരാളം ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ കാണും, ഒട്ടും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകൾ കാണും, അങ്ങനെ പല തട്ടിലുള്ള ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ അല്ലാതെ നിങ്ങൾ തമ്മിൽ പരസ്പരം വ്യക്തിപരമായി ഫോൺ വിളിക്കുകയോ മെസ്സേജുകൾ അയക്കുകയോ ചെയ്യരുത്. അതായത് എന്നോടല്ല, നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള, അതായത് ഈ മാധവം എന്ന ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ഫോൺ നമ്പർ തപ്പിയെടുത്തിട്ട് ഇന്ന ആളെ ഒന്ന് വിളിച്ചേക്കാം, കുറേ കാലമായില്ലേ ഗ്രൂപ്പിലൂടെ സംസാരിക്കുന്നു, ഒന്ന് വിളിച്ചേക്കാം, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ഗ്രൂപ്പിലൂടെ അല്ലാതെ മെസ്സേജുകൾ അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യരുത്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പുമായി ബന്ധപ്പെടണം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുമൊക്കെ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പരിഹാരം കാണാം. നിങ്ങളുടെ എല്ലാ ആശയങ്ങൾ പങ്കുവെക്കാം, നിങ്ങളുടെ കലാവാസനകൾ പങ്കുവെക്കാം. നല്ല മനോഹരമായി കീർത്തനങ്ങൾ ആലപിക്കുന്ന കുട്ടികളൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. അവരെ കൊണ്ട് നിങ്ങൾക്ക് പാട്ട് പാടിക്കാം. നിങ്ങൾക്ക് അവരോട് പറയാം, ഒന്ന് പാട്ട് പാടിത്തരൂ, ഒരു കീർത്തനം പാടിത്തരൂ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഒരു പാട്ട് പാടിത്തരും. അവരെ നിങ്ങൾക്ക് അഭിനന്ദിക്കാം. ആരുടെയെങ്കിലും പിറന്നാളുകളുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നല്ലതാണ്. ഈ ഗ്രൂപ്പിലൂടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. അല്ലാതെ അതിൻ്റെ പുറത്തേക്ക് പോയി വ്യക്തിപരമായി നിങ്ങൾ ആരെയും ഫോൺ വിളിക്കുകയോ ആരോടും വ്യക്തിപരമായി മെസ്സേജുകൾ അയച്ച് സഹായങ്ങളൊന്നും ചോദിക്കുകയോ സൗഹൃദങ്ങൾ ഉണ്ടാക്കി വെക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതെവിടെയായിരിക്കണം? ഈ ഗ്രൂപ്പിനുള്ളിൽ മാത്രമായിരിക്കണം. എങ്കിൽ മാത്രമേ എന്നും നമ്മുടെ ഈ കൂട്ടായ്മ വളരെ സന്തോഷത്തോടു കൂടി നടന്നു പോകത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ട്, അതായത് ഇന്ന സ്ഥലത്ത് പോകണം, പോകുന്ന വഴി ഏതാണ്, അവിടെ ചെന്നാൽ എങ്ങോട്ടേക്ക് ഇറങ്ങണം, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ ഈ ഗ്രൂപ്പിലൂടെ ചോദിക്കാം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. വഴക്കിടരുത് പരസ്പരം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ അന്തസത്ത കളഞ്ഞു കുളിക്കരുത്. ഇതെന്തിൻ്റെ പേരിലുള്ളതാണ്? ഭഗവാന്റെ പേരിലുള്ളതാണ്. ഭഗവാന്റെ കഥകൾ പറയുന്നതിനും ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനും സങ്കടങ്ങൾ പങ്കുവെക്കുന്നതിനും ഒക്കെ, സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിനും ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലൊരു തെറ്റുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യം, ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ
പേഴ്സണലായിട്ട് ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഗ്രൂപ്പിൽ അറിയിക്കണം. ഗ്രൂപ്പ് അഡ്മിൻ എൻ്റെ ഫോൺ നമ്പറാണ്. നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ എനിക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. അതായത് എന്നോട് വ്യക്തിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അല്ലാതെ മറ്റാർക്കും നിങ്ങൾ വ്യക്തിപരമായി മെസ്സേജ് അയക്കാൻ പാടില്ല. ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഗ്രൂപ്പ് ഭഗവാനാണ് എന്നെക്കൊണ്ട് തുടങ്ങിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു കാരണം, ഒരല്പം അഹങ്കാരം എനിക്കുണ്ടായിരുന്നോ എന്നൊരു സംശയം ഒരു പക്ഷേ ഭഗവാന് തോന്നിയിട്ടുണ്ടാകാം. ഭഗവാൻ ഗരുഡൻ്റെയും സത്യഭാമയുടെയും നാരദരുടെയും ഒക്കെ അഹങ്കാരം കളഞ്ഞിട്ടുള്ള ആളാണ്. പല പല ലീലകളാടി. കാരണം എന്താണ്? ഭഗവാന്റെ ഭക്തരാണ് അവർ. ഭഗവാന്റെ ഭക്തരായിരിക്കുന്ന ആളുകൾ, ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ, അവർ അഹങ്കരിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാകാം ഒരു പക്ഷേ എന്നെക്കൊണ്ട് ഈ ഗ്രൂപ്പ് തുടങ്ങിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഗ്രൂപ്പിൽ ഞാൻ വന്നതിന് ശേഷമാണ് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഭഗവാനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, നമ്മുടെ വിശ്വാസങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ധാരാളം അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അവരുടെ മുമ്പിൽ, ആ അമ്മമാരുടെ ഭക്തിയുടെ മുമ്പിൽ, ആ അമ്മമാരുടെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ, ഭഗവാനെ അറിയാനുള്ള അവരുടെ ആ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്ര നിസ്സാരയാണ് എന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു അവസരമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലൂടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. തീരെ പാവപ്പെട്ട അമ്മമാർ, എന്തിനു പറയുന്നു, എഴുതാൻ പോലും അറിയാൻ സാധിക്കാത്ത അമ്മമാർ, അക്ഷര അഭ്യാസമില്ലാത്ത അമ്മമാർ പോലും ഭംഗിയായി നാമം ജപിക്കുകയും അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ, അതായത് വീട്ടിലൊക്കെ ജോലിക്ക് നിൽക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് അല്പസമയം കിട്ടുമ്പോൾ അവർ നാമങ്ങൾ ജപിക്കുകയും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കഥകൾ കേൾക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും പഠിക്കണം മോളെ എന്നോട് പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എത്ര നിസ്സാരയായിരുന്നു, ഇപ്പോൾ ഞാൻ എത്ര നിസ്സാരയാണ് നിങ്ങളുടെ മുമ്പിലെന്ന് എന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടാകുന്നു. അതിന് കാരണം നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ ഈ അഹങ്കാരം ഇല്ലാതാക്കിയത്. അതുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും, എൻ്റെ അമ്മമാരോടും അനിയത്തിമാരോടും ചേച്ചിമാരോടും സഹോദരന്മാരോടും അമ്മാവന്മാരോടുമൊക്കെ ഞാൻ അകമഴിഞ്ഞ നന്ദിയാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഒരല്പം അഹങ്കാരം എന്നിലുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, എന്നെ നിങ്ങൾ ആചാര്യയെന്നോ അല്ലെങ്കിൽ മേഡമെന്നോ ഒന്നും വിളിക്കേണ്ട. മാതാജി എന്ന് നിങ്ങൾക്ക് വിളിക്കാം. കാരണം അത് തെറ്റില്ല. അങ്ങനെയാണ് നമ്മൾ പരസ്പരം സംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിലും എനിക്കിഷ്ടം മോളെ എന്ന് വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുന്നതാണ്. ഇങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാതെ മറ്റൊന്നും നിങ്ങളെന്നെ വിളിക്കേണ്ട. കാരണം നിങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തയായ ആളല്ല ഞാൻ. ആകെപ്പാടെ എനിക്കറിയാവുന്നത് കുറേ കഥകൾ, നാമം ജപിക്കാനറിയാം, കുറേ കഥകൾ പറയാനറിയാം. ഇതിൻ്റെ അപ്പുറം മറ്റൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ വളരെ വളരെ ശ്രേഷ്ഠകളാണ് നിങ്ങൾ. അവരുടെ മുമ്പിൽ വളരെ നിസ്സാരയായ ഞാൻ, എന്നെ എന്തിനാണ് അങ്ങനെയുള്ള എന്നെ നിങ്ങൾ ആചാര്യയെന്നും അല്ലെങ്കിൽ മേഡമെന്നും ഒക്കെ വിളിക്കുന്നത്? എന്നെ മോളെന്നോ ചേച്ചിയെന്നോ ഒക്കെ വിളിച്ചാൽ മതി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതെൻ്റെ നിയോഗമാണ്. ഭഗവാൻ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചത് അവൻ ഓരോ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കഥകൾ പറയുകയും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും നാമം ജപിക്കുവാൻ പ്രേരിപ്പിക്കുകയും കഥകൾ കേൾക്കാൻ പ്രേരിപ്പിക്കുകയും നീ ചെയ്യണം. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അല്ലാതെ യാതൊരു പബ്ലിസിറ്റിയും എനിക്ക് ആവശ്യമില്ല. സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളും
പണം മേടിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുമില്ല. എല്ലാവരും നാമം ജപിക്കണം, എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ അറിയാൻ സാധിക്കണം. കാരണം ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയും, അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും എനിക്ക് ധാരാളം കഥകൾ പറഞ്ഞു തന്നിരുന്നു. ഞാൻ ഉറങ്ങുന്നതിനും ആഹാരം കഴിക്കുന്നതിനുമൊക്കെ അവർ കഥകൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. തലേ ദിവസം പറഞ്ഞു തന്ന കഥകൾ ഇന്ന് വീണ്ടും പറയണമെന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ എന്നോട് പറയും, കുഞ്ഞേ ഇന്നലെ പറഞ്ഞ കഥയല്ലേ അത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. കഥ പറയുമ്പോൾ ഞാൻ ചോറുണ്ണുമായിരുന്നു, ഉറങ്ങുമായിരുന്നു. അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. വളരെ ചെറുപ്രായം മുതലേ ഭഗവാന്റെ കഥകൾ കേൾക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കേട്ട് ഞാൻ ശീലിച്ച കഥകൾ, ആ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതെൻ്റെ മനസ്സിലിങ്ങനെ ഞാനിങ്ങനെ വളർന്നപ്പോൾ കാലക്രമേണ അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ പോയെങ്കിലും അവർ പറഞ്ഞു തന്ന ആ കഥകളിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ പല പല വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഒരു കാലം എത്തിയപ്പോൾ ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, ഭഗവാന്റെ കഥകൾ പറയൂവെന്ന്. ആരോട് പറയും, എങ്ങനെ പറയും, അറിയില്ല. അങ്ങനെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അതിലൂടെ പരമാവധി ഭഗവാന്റെ കഥകളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓരോ വിശേഷ അവസരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കർക്കിടക മാസം അല്ലെങ്കിൽ സ്കന്ദഷഷ്ഠി സമയങ്ങളൊക്കെ തന്നെ രാമായണവും സ്കന്ദപുരാണവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയാണ് ഞാൻ ആ ചാനലിലൂടെ പ്രകടിപ്പിക്കുന്നത്. കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ് കഥകൾ പറയാൻ. ആ കഥകൾ പറയുമ്പോൾ നിങ്ങളിൽ പലരും അത് കേൾക്കുകയും നിങ്ങൾക്കത് കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്ന് കാണുകയും ചെയ്യുന്നത് കാണുമ്പോൾ കൂടുതൽ ആവേശത്തോടു കൂടി കൂടുതൽ കഥകൾ പറയാനായിട്ട് എനിക്ക് തോന്നും. അത് എൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു തൃപ്തിയാണ്. മഹാഭാഗവതവും രാമായണവും ഒക്കെ എത്രയോ ആവർത്തികൾ എൻ്റെ അമ്മുമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മരിച്ചുപോയി, ഇന്നും ആ ഓർമ്മയിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എൻ്റെ അമ്മമാരാണ്, എൻ്റെ ചേച്ചിമാരാണ്, എൻ്റെ അനിയത്തിമാരാണ്. കാരണം ഭഗവാനെ ഇഷ്ടപ്പെടുന്ന, ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ആ ഗ്രൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പൊങ്കലിൻ്റെ കാര്യം, മകരപ്പൊങ്കലിടുന്ന കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷം ഉണ്ടായെന്നറിയാമോ. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുന്നു, അല്ലേ? അതൊക്കെ എത്ര മനോഹരമായ ഒരു കാഴ്ചകളാണ്. വളരെ കാലമായി പരിചയമുള്ള ആളുകളെ പോലെ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് നേരത്തെ ഉണ്ടാക്കാഞ്ഞത് എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞുങ്ങൾ കീർത്തനം പാടുന്നത്. ആ കീർത്തനങ്ങളൊക്കെ അവരെ കൊണ്ട് നിങ്ങൾ എന്നും പാടിപ്പിക്കണം, നിങ്ങൾ ആവശ്യപ്പെടണം. എത്ര മനോഹരമായിട്ടാണ് അമ്മമാർ നാമം ജപിക്കുന്നത്. ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഭഗവാന്റെ കുഞ്ഞുങ്ങളുടെ ഒരു നല്ല കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ഒരു തുള്ളി വിഷം അതിൽ വീണാൽ ആ അമ്പലപ്പുഴ പാൽപ്പായസം മൊത്തം വിഷമാകും. അതുകൊണ്ടാണ് ഞാൻ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് എല്ലാം പങ്കുവെക്കാം. എവിടെ കൂടെ? ഈ ഒരു ഗ്രൂപ്പിൽ കൂടി മാത്രം. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യരുത്. കാരണം നമുക്കറിയില്ല, ഈ ഗ്രൂപ്പിലുള്ള 100 പേരുണ്ടെങ്കിൽ 99 പേരും നല്ലതായിരിക്കാം, നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം. ഏതെങ്കിലും ഒരാൾ നുഴഞ്ഞു കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഞാനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും നല്ല അമ്മമാരാണ്,
നല്ല കുഞ്ഞുങ്ങളാണ്, എല്ലാവരും നല്ലതാണ്. പക്ഷേ കലിയുഗമാണ്. ആരെങ്കിലും ഒരാൾ പാവപ്പെട്ട അമ്മമാരാണ് എന്ന് കരുതി ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണമെന്ന് പറയുന്നത്. വ്യക്തിപരമായി ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ നിങ്ങൾക്ക് ഫോൺ വിളിക്കുകയോ നിങ്ങളോട് ഫോൺ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ആ കാര്യം ആ നമ്പർ സഹിതം ഗ്രൂപ്പിലിടണം. നമുക്കത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞതിൻ്റെ ആ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ നാമം ജപിക്കണം. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പൂജ ചെയ്യുന്നതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഷെയർ ചെയ്യണം. കാരണം അതൊക്കെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. നാമം ജപിച്ചിടണം, കീർത്തനങ്ങൾ ആലപിച്ചിടണം. നല്ല കുഞ്ഞുങ്ങൾ, അവരെ കൊണ്ടൊക്കെ നിങ്ങൾ ദിവസവും കീർത്തനങ്ങൾ പാടിപ്പിക്കണം, അവരെ അഭിനന്ദിക്കണം. കാരണം നിങ്ങൾ അമ്മമാരുടെ ഉത്തരവാദിത്തമാണ് ഇതുപോലുള്ള നല്ല കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രദോഷമാണ്. എല്ലാവരും നമഃശിവായ മന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ.